വിശുദ്ധ നോമ്പിലെ 13-ാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സ്നാപയോഹന്നാൻ്റെ ഛേദിക്കപ്പെട്ട ശിരസ്സ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. സ്നാപകൻ്റെ ശിരസ്സ് ഹെറോദിയായിക്ക് അവരുടെ ജീവിത വ്യവസ്ഥിതി തുടരാൻ തടസ്സമായിരുന്നതിനാൽ അനുകൂല അവസരത്തിൽ അവൾ തൻ്റെ ചിരകാല അഭിലാഷം പൂർത്തിയാക്കി. എന്നാൽ ഈ വിവരം അറിഞ്ഞ യേശു സ്നാപകൻ്റെ അതേ ശക്തിയിലും തീക്ഷ്ണതയിലും തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ സ്നാപകനെയും യേശുവിനെയും തമ്മിൽ തിരിച്ചറിയാൻ ആവാത്ത വിധം സ്നാപകൻ്റെ ശിരസ് ഛേദിച്ച ഹെറോദേസിനു പോലും ആശയക്കുഴപ്പമുണ്ടായി. താൻ ശിരസ് ഛേദിച്ചവനായ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തോന്നത്തക്കതുപോലെ സ്നാപകനിലും യേശുവിലും അദ്ദേഹം സമാനതകൾ കണ്ടു. ഈ കാലയളവിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവരാണ് നാം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്രകാരം ആദ്യമായി വിളിക്കപ്പെട്ടവരിൽ എന്തായിരുന്നു സവിശേഷതമായി ഉണ്ടായിരുന്നത്? അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ധ്യാനചിന്ത. യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിലുള്ള സാമ്യത്തിൽ സ്നാപകനെ നന്നായി അറിയാമായിരുന്ന ഹെറോദേസിന് യേശുവിനെ സ്നാപകനായി തെറ്റിദ്ധരിക്കേണ്ടി വന്നു. ഇന്ന് നാം വസിക്കുന്ന സമൂഹം നമ്മെ ക്രിസ്ത്യാനിയെന്ന് വിളിക്കുന്നതിന് പിന്നിൽ ക്രിസ്തുവുമായി നമുക്ക് എന്ത് സാദൃശ്യമാണുള്ളത്? ഓരോ മതവും വേർതിരിക്കപ്പെടുന്ന ചിഹ്നങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും ചിലപ്പോൾ പേരുകളുമൊക്കെ നമ്മെ ക്രിസ്ത്യാനിയെന്ന് തരംതിരിക്കുന്നതല്ലേ? അതിനപ്പുറത്ത് ക്രിസ്തുവുമായി നമുക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? ക്രിസ്തീയതയുടെ നിയമപരിധിയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നാം ഒരിക്കലും ക്രിസ്തുവിനുള്ളവരാകുന്നില്ല. അത് ക്രിസ്തീയതയെക്കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാകാനേ ഉപകരിക്കുന്നുള്ളൂ. ക്രിസ്തീയതയെക്കുറിച്ച് മറ്റ് മതവിഭാഗങ്ങൾക്കുള്ളതിനേക്കാൾ നല്ല ബോധമുണ്ടായിട്ട് മാത്രം എന്ത് കാര്യം? ക്രിസ്തുവുമായി എനിക്കെന്ത് ബന്ധം? നമ്മുടെ ക്രിസ്തീയത കണ്ടിട്ട് ആരെങ്കിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇന്നും ജീവിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് പറയുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ കാലത്ത് നാം ക്രിസ്തുവിന് അനുസൃതമല്ലാത്തതൊക്കെ പരിത്യജിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ബാഹ്യ ആചാരമാണല്ലോ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് നിശ്ചയിക്കുന്നതും ചിലപ്പോൾ ഭക്ഷണം തന്നെ വേണ്ട എന്ന് നിശ്ചയിച്ച് കൂടുതൽ പ്രാർത്ഥനയിലും പരസ്നേഹ പ്രവൃത്തികളിലും ഒഴുകുന്നതും. നോമ്പ് നമ്മെ കൂടുതൽ ക്രിസ്തുവിൻ്റേതാക്കി മാറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.